ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങളെല്ലാവരും പബ്ലിക് എക്സാം ഇങ്ങനെ മുന്നിൽ കണ്ടു നിൽക്കുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, സുവോളജിയിലുള്ള ചാപ്റ്റേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ഇത് ലിവിങ് വേൾഡ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഈ ചാപ്റ്ററിന് ആകെ ചോദിക്കുക 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതായത് പൊതുവെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അത് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ലിവിങ് വേൾഡ് നോക്കിക്കോളൂ കേട്ടോ. എന്തൊക്കെയാണ് ലിവിങ് വേൾഡിൽ പഠിക്കേണ്ടത്? ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത് ഈസ് കോൾഡ് ബയോഡൈവേഴ്സിറ്റി. നോക്കി മക്കളെ, ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റാണ് ലോകത്ത് കാണപ്പെടുന്ന ലിവിങ് ഓർഗാനിസങ്ങളുടെ നമ്പറും ടൈപ്സും. ഓക്കെ, അതായത് എണ്ണം, അതിന് എത്രത്തോളം ടൈപ്പ് ഉണ്ട്, അതിനെ കൂട്ടി വിളിക്കുന്ന പേരാണെന്ത്? ബയോഡൈവേഴ്സിറ്റി. പിന്നെ നമ്മൾ പറയുകയാണ് ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്സ് ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക്സ്. നോക്കി മക്കളെ, ഓക്കെ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസങ്ങളും അവരുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസങ്ങളും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ബയോളജിൻ്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, പിന്നെ ഞങ്ങൾ നോക്കൂ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്, ഓക്കെ, അത് വന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള സിസ്റ്റമ എന്നുള്ള വാക്കുന്നാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ടാക്സ ഈസ് കോൾഡ് ടാക്സോണമി. നോക്കി മക്കളെ, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ ചോദിക്കുക. ഓക്കെ, അതായത് എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ടാക്സകളാക്കി തിരിക്കുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ടാക്സോണമി. പറ മക്കളെ, എന്താ വിളിക്കുക? ടാക്സോണമി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത നമ്മൾ പറയാണ്. ഓക്കെ, ടാക്സോണമിക്ക് 4 ബേസിക് പ്രോസസ്സുകൾ ഉണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഏതൊക്കെയാണ് ടാക്സോണമിൻ്റെ 4 ബേസിക് പ്രോസസ്സുകൾ എന്ന് ചോദിക്കും. പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാണ് മക്കളെ ക്യാരക്ടറൈസേഷൻ, അടുത്തതാണ് ഐഡൻറ്റിഫിക്കേഷൻ, മൂന്നാമതാണ് ക്ലാസിഫിക്കേഷൻ, നാലാമത്തതോ നോമെൻക്ലേച്ചർ. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ടാക്സോണമിൻ്റെ ബേസിക് പ്രോസസ്സുകളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പഠിച്ചേ, ഏതൊക്കെയാണ് 4 ബേസിക് പ്രോസസ്സുകൾ? ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമെൻക്ലേച്ചർ. ഓക്കെ, പിന്നെ ചോദിക്കും ഈ സയൻറ്റിഫിക് നെയിം കൊടുക്കാൻ, സയൻറ്റിഫിക് നെയിം ഉണ്ടല്ലോ, സയൻറ്റിഫിക് നെയിം നമ്മൾ മനുഷ്യന്മാർക്ക് ഹോമോ സാപ്പിയൻസ് എന്നൊക്കെ പറയും. ആ സയൻറ്റിഫിക് നെയിം കൊടുക്കാൻ വേണ്ട റൂളുകൾ കൊണ്ടുവന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം കൊടുക്കുന്ന ഓർഗനൈസേഷൻ്റെ പേരാണ് മക്കളെ ICBN. പറയാം മക്കളെ, എന്താ പേര്? ICBN. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കട്ടോ, പ്ലാന്റിന് ആരാ സയൻറ്റിഫിക് നെയിം കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ആരാണ്? ICBN ആണ്. അല്ലെങ്കിൽ ചോദിക്കും ICBNൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ICBNൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ എൻ്റെ മക്കൾ പറയണം ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമെൻക്ലേച്ചർ. പറ മക്കളെ, എന്താ ICBNൻ്റെ ഫുൾ ഫോം? എന്താ? ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമെൻക്ലേച്ചർ. രണ്ടാമത് ചോദിക്കും അനിമൽസിന് ആരാണ് സയൻറ്റിഫിക് നെയിം കൊടുക്കാനുള്ള റൂൾ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയണം ആ ഓർഗനൈസേഷൻ്റെ പേരാണ് മക്കളെ ICZN. പറയും, എന്താ പേര്? ICZN. ICZNൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ എൻ്റെ മക്കൾ പറയണം ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമെൻക്ലേച്ചർ. പറയും മക്കളെ, ICZNൻ്റെ ഫുൾ ഫോം എന്താ? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമെൻക്ലേച്ചർ. ഓക്കെ, അടുത്തത് നോക്കൂ. അടുത്ത നമ്മൾ പറയേണ്ടത് ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് എ നെയിം വിത്ത് 2 കമ്പോണൻസ് ഈസ് കോൾഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മറ്റൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഒരു സാധനത്തിനെ 2 പേര് വെച്ചിട്ട് വിളിക്കുന്ന പേരാണ് മക്കളെ ബൈനോമിയൽ നോമെൻക്ലേച്ചർ. നോക്കൂ, ബൈ എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് എ നെയിം വിത്ത് 2 കമ്പോണൻസ് ഈസ് കോൾഡ് ഡാഷ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയണം അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബൈനോമിയൽ നോമെൻക്ലേച്ചർ. പറ മക്കളെ, എന്താ പേര്? ബൈനോമിയൽ നോമെൻക്ലേച്ചർ. അങ്ങനെയാണെങ്കിൽ ഒരു ബൈനോമിയൽ നോമെൻക്ലേച്ചറിന് 2 കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തെ പേരിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ജനറിക് നെയിം അഥവാ ജീനസ് നെയിം. ഓക്കെ, രണ്ടാമത്തെ പേരിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സ്പെസിഫിക് എപ്പിത്തറ്റ് അഥവാ അതിനെ വിളിക്കുന്ന വേറെ പേരാണ് മക്കളെ സ്പീഷീസ് നെയിം. എന്താ വിളിക്കുക? സ്പീഷീസ് നെയിം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിവിടെ ഇങ്ങനെ എഴുതി, മനുഷ്യന്മാരുടെ സയൻറ്റിഫിക് നെയിം ആണ് മക്കളെ ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഹോമോ എന്ന് പറയുന്ന വാക്ക് ജീനസ് നെയിമാണ് അല്ലെങ്കിൽ ജനറിക് നെയിമാണ്. സാപ്പിയൻസ് എന്ന് പറയുന്ന വാക്ക് സ്പീഷീസ് നെയിമാണ് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിക്കും ഈ ബൈനോമിയൽ നോമെൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. ഇതൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് മക്കളെ കരോലസ് ലിനേയസ് അല്ലെങ്കിൽ കാൾ ലിനേയസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? കരോലസ് ലിനേയസ്. സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ചോ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ലിനേയസിൻ്റെ ഒരു ബുക്കിൻ്റെ പേരുണ്ട് ചോദിക്കും. ലിനേയസിൻ്റെ ഒരു ബുക്കിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ പറയണം സിസ്റ്റമ നാച്ചുറ. പറ മക്കളെ, ലിനേയസിൻ്റെ ബുക്കിൻ്റെ പേരെന്താ? സിസ്റ്റമ നാച്ചുറ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. ഓക്കെ, ബൈനോമിയൽ നോമെൻക്ലേച്ചറിന് ചില റൂൾസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി റിട്ടൺ ഇൻ ലാറ്റിൻ. ഓക്കെ, ലാറ്റിനിലാണ് ഉണ്ടാവുക, റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ഓക്കെ, അതായത് ഇറ്റാലിക് രൂപത്തിലാണ് എഴുതുക. പിന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വേർഡ് ജീനസ് നെയിം ആണ്, സെക്കൻഡ് വേർഡ് എന്താ? സ്പീഷീസ് നെയിം ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് ഈ എന്താ പറയുക, ബയോളജിക്കൽ നെയിമുകൾ പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റാലിക്സിൽ വേണം പ്രിൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബുക്കിലൊക്കെ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിൽ പ്രിൻറ്റ് ചെയ്യണം. അതല്ല ഹാൻഡ് റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ 2 പേര് എഴുതി സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് ഒരു ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ
ഓക്കെ, ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം, സ്പീഷീസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മളോട് ചോദിക്കും, ഇങ്ങനെ ചോദിക്കും, ഇപ്പോൾ പാന്തറ ടൈഗ്രിസ്, ടൈഗറിൻ്റെ പേരാ. ഓക്കെ, അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, പിന്നെ ഇങ്ങനെ പാന്തറ ടൈഗ്രിസ് എന്ന് എഴുതാം, ഇങ്ങനെ പാന്തറ ടൈഗ്രിസ് എന്ന് എഴുതാം, ഇങ്ങനെയും പാന്തറ ടൈഗ്രിസ് എന്ന് എഴുതാം. ഇതൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇത് പാന്തറ ടൈഗ്രിസ് തന്നെ ചോദിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് നെയിം എടുത്തിട്ട് ചോദിക്കും. ഇതിൽ നമ്മളോട് ചോദിക്കും, ഇതിൽ ഏതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് സയൻറ്റിഫിക് നെയിമിംഗ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം, ഓക്കെ, ഒന്നാമത്തെ ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. നോക്കൂ, ഇതിൽ ക്യാപിറ്റലാണ്, ഇതിൽ ക്യാപിറ്റലാണ്, ഇതിൽ ക്യാപിറ്റലാണ്, ഇതിൽ സ്മോൾ ലെറ്റർ ആണ്, അപ്പോൾ തെറ്റാണ്. ഓക്കെ, സോറി, ഇതിലും സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിൽ ക്യാപിറ്റൽ. ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. സ്പീഷീസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കണം. നിങ്ങൾ നോക്കൂ, അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാ. ഇവിടെ സ്പീഷീസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോളാണ്, ഇവിടെ ക്യാപിറ്റലാണ്, അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ്, നെയിം ഓഫ് ഓതർ ക്യാൻ ബി റിട്ടൺ ഇൻ ആൻ അബ്രീവിയേറ്റഡ് ഫോം. ഓക്കെ, അതായത് ഇത് കണ്ടുപിടിച്ച ഈ പേരിട്ട് കൊടുത്ത ആളുടെ പേര് വേണമെങ്കിൽ നമുക്ക് അബ്രീവിയേറ്റഡ് ഫോമിൽ, അബ്രീവിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ചുരുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് NCERT പറയുന്നത് മാഞ്ചിഫറ ഇൻഡിക്ക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാംഗോൻ്റെ സയൻറ്റിഫിക് നെയിം ആണെന്ത്? മാഞ്ചിഫറ ഇൻഡിക്ക. ആ പേര് കൊടുത്തത് ലിനേസ് ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ എന്ന് കൊടുക്കാം. എന്താ മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ എന്ന് പറഞ്ഞാൽ? ആ ലിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആരെയാ? ലിനേസിനെയാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ, അടുത്ത നോക്കലേ, അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ റാങ്ക് ഓർ കാറ്റഗറി ഇൻ ടു സ്റ്റെപ്സ്. ഓക്കെ, ഓർഗാനിസങ്ങളെ പല പല സ്റ്റെപ്പുകളാക്കി റാങ്കിൻ്റെയോ കാറ്റഗറിൻ്റെയോ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് മക്കളെ ടാക്സോണമിക് ഹയറാർക്കി. പറയാം മക്കളെ, എന്താ വിളിക്കുക? ടാക്സോണമിക് ഹയറാർക്കി എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ഇങ്ങനെ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ടാക്സോൺ. പറയാം മക്കളെ, എന്താ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ടാക്സോൺ. അതൊരു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ടാക്സോൺ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുക, ടാക്സോണമിക് ഹയറാർക്കി. ഓക്കെ, ഇത് നമ്മളോട് ചോദിക്കും, അതായത് ഇത് ടാക്സോണമിക് ഹയറാർക്കി അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ചോദിക്കും. ഓക്കെ, അതായത് ചെറുതെന്ന് വലുതിക്ക് അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിക്ക് ഏതെങ്കിലും ഒരു ഓർഡർ ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാമത്താണ് മക്കളെ കിങ്ഡം. ഓക്കെ, ഇത് നിങ്ങൾക്ക് 2 രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകിൽ നിങ്ങൾക്ക് KP(GS) എന്നാലോചിക്കാം. എന്താ KP(GS)? ഏറ്റവും വലിയ സാധനമാണ് മക്കളെ കിങ്ഡം. കിങ്ഡം ഡിവൈഡ് ചെയ്താൽ പിന്നെ കിട്ടുന്ന സാധനമാണ് ഫൈലം ഓർ ഡിവിഷൻ. ഫൈലം അനിമൽസിനാണ്, ഡിവിഷൻ ആർക്കാ? പ്ലാന്റ്സിനാണ്. ഫൈലം ഡിവൈഡ് ചെയ്താൽ പിന്നെ കിട്ടുക ക്ലാസ്സാണ്. ഓക്കെ, പിന്നെ ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പോൾ KP(GS) എന്ന് പഠിച്ചാൽ മതി. എന്താ KP(GS)? കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത് നമ്മളോട് ചിലപ്പോൾ എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ ഇത് തരും, ഇത് ഡിസോർഡർ ആക്കിയിട്ട് തരും, എന്നിട്ട് നമ്മളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ ചോദിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ മുകളിൽ നിന്ന് താഴത്തേക്ക് പഠിച്ചേക്കുക, അല്ലെങ്കിൽ താഴ്ന്ന് മുകളിലേക്ക് പഠിച്ചേക്കുക. താഴ്ന്ന് മുകളിലേക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, സാറിൻ്റെ ഗേൾ ഫ്രണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ KP(GS), അല്ലെങ്കിലോ സാറിൻ്റെ ഗേൾ ഫ്രണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വേറെ സാറിൻ്റെ കേട്ടോ, എൻ്റെ അല്ല. ഓക്കെ, അപ്പോൾ നോക്കുക, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സോണമിക് ഹയറാർക്കി നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത നമ്മൾ പറയുകയാണ് ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സ്പീഷീസ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ടാക്സോൺ ആണ്. പക്ഷേ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഏറ്റവും തുടങ്ങുന്ന സ്പീഷീസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇതിൽ ഓരോ സാധനങ്ങളും ടാക്സോണാണ്. ജീനസ് ഒരു ടാക്സോണാണ്, ഫാമിലി ഒരു ടാക്സോണാണ്. പക്ഷേ ലോവസ്റ്റ് യൂണിറ്റ് ചോദിച്ചാൽ എന്താ? സ്പീഷീസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് സയൻറ്റിഫിക് നെയിംസ് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. ലയണിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാന്തറ ലിയോ. ഓക്കെ, ടൈഗർ ആണെന്ത്? പാന്തറ ടൈഗ്രിസ്. ലെപ്പേർഡ് പുലി, അതാണെന്ത്? പാന്തറ പാർഡസ്. ഓക്കെ അല്ലേ? ഇതൊന്നും നമ്മളിങ്ങനെ പെട്ടെന്ന് ഓടിച്ചിട്ട് പഠിച്ചു പോയാൽ മതി. പിന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു സാധനമാണ് പൊട്ടറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചാൾ. ഓക്കെ, ഈ 3 സാധനത്തിനും സെയിം ജീനസ് ആണ്. ആ ജീനസിൻ്റെ പേരാണെന്ത്? സൊളാനം. മക്കളെ, എന്താ ജീനസിൻ്റെ പേര്? സൊളാനം. പിന്നെ നമ്മൾ പറയുകയാണ് സൊളാനം, പെറ്റ്യൂണിയ, ഡെറ്റ്യൂറ. ഇത് 3 ജീനസുകളാണ്. ഏതൊക്കെയാ? സൊളാനം, പെറ്റ്യൂണിയ, ഡെറ്റ്യൂറ. ഈ 3 ജീനസിനും ഒരേ ഫാമിലിയാണ്. എന്താ ഫാമിലിൻ്റെ പേര്? സൊളനേഷിയേ. മക്കളെ, എന്താ ഫാമിലിൻ്റെ പേര്? സൊളനേഷിയേ. പിന്നെ നമ്മൾ പറയാം പാന്തറ. പാന്തറ എന്ന് പറഞ്ഞാൽ ഈ 3 ആൾക്കാരെ ജീനസും പാന്തറയാണ്. ലയൺ, ടൈഗർ, ലെപ്പേർഡ്. അതേപോലെ ക്യാറ്റ്. ക്യാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് മക്കളെ ഫെലിസ്. ഇവർക്ക് രണ്ടാക്കും സെയിം ഫാമിലിയാണ്. എന്താ ഫാമിലിൻ്റെ പേര്? ഫെലിഡേ. മക്കളെ, എന്താ ഫാമിലിൻ്റെ പേര്? ഫെലിഡേ.
ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് സൊളനേഷ്യയെ മറ്റൊരു ഫാമിലിൻ്റെ പേരാണ് മക്കളെ കൺവോൾവുളേഷ്യയെ. പറയാം മക്കളെ, എന്താ ഫാമിലിൻ്റെ പേര്? കൺവോൾവുളേഷ്യയെ. ഈ രണ്ടാൾക്കാർക്കും സെയിം ഓർഡർ ആണ്. എന്താ ഓർഡറിൻ്റെ പേര്? പോളിമോണിയേൽസ്. പറയാം മക്കളെ, ഈ സൊളനേഷ്യൻ്റെ കൺവോൾവുളേഷ്യൻ്റെ ഓർഡറിൻ്റെ പേരെന്താ? പോളിമോണിയേൽസ്. ഓക്കെ, അടുത്തത് ഫെലിഡേ കാനിഡേ. കാനിഡയിൽ വരുന്നത് ഡോഗ. ഓക്കെ, ഫെലിഡയിൽ ക്യാറ്റും ടൈഗറൊക്കെ വരുന്നുണ്ട്. ഇവർ രണ്ടാൾക്കാരും സെയിം ഓർഡറാണ്. എന്താ ഓർഡറിൻ്റെ പേര്? കാർണിവോറ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാർണിവോറസ് എന്നൊക്കെ പറയും. ഓക്കെ, അതേപോലെ കാർണിവോറ ഓർഡറിൽ വരുന്ന ആൾക്കാരും മങ്കി, ഗൊറില്ല, ഗിബ്ബൺ. ഓക്കെ, അതായത് കുരങ്ങന്മാരുടെ ഇതിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ സെയിം ക്ലാസ് ആണ്. ഏതാ ക്ലാസ്? മെമാലിയാണ്. പറയാം മക്കളെ, ഏതാ ക്ലാസ്? മെമാലിയ. ഓക്കെ അല്ലേ? ലാസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു എന്താ പറയുക ടേബിൾ ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഇവിടുന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് കുറച്ച് സാധനങ്ങളുടെ കോമൺ നെയിം, ബയോളജിക്കൽ നെയിം, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, ഒരു ഡിവിഷൻ. ഓക്കെ, ആദ്യം നമ്മൾ നോക്കണം മനുഷ്യന്മാരെ കുറിച്ചാണ്. മനുഷ്യൻ്റെ ബയോളജിക്കൽ നെയിമാണ് മക്കളെ ഹോമോസാപ്പിയൻസ്. പറയാം മക്കളെ, എന്താ മനുഷ്യൻ്റെ ബയോളജിക്കൽ നെയിം? ഹോമോസാപ്പിയൻസ്. മനുഷ്യന്മാരുടെ ജീനസ് അവിടെ നിന്ന് തന്നെ കിട്ടും. ഹോമോൻ്റെ ജീനസ് ഏതാ? ഹോമോ ആണ്. ഓക്കെ, പിന്നെ ഏതാ ഫാമിലി? ഹൊമിനിഡേ. പറഞ്ഞു പഠിക്കണം, ഏതാ ഫാമിലി? ഹൊമിനിഡേ. ഓക്കെ, ഓർഡർ ഏതാ? പ്രൈമാറ്റ. പറയാം മക്കളെ, മനുഷ്യന്മാരുടെ ഓർഡർ ഏതാ? പ്രൈമാറ്റ. മനുഷ്യൻ്റെ ക്ലാസിൻ്റെ പേരാണ് മക്കളെ മെമാലിയ. പറയാം, എന്താ ക്ലാസിൻ്റെ പേര്? മെമാലിയ. ഫൈലമാണ് മക്കളെ കോഡാറ്റ. ഫൈലം ഓർ ഡിവിഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മനുഷ്യന്മാർ അനിമൽസ് ആയതുകൊണ്ട് ഫൈലമാണ്. ഏതാ ഫൈലം? കോഡാറ്റയാണ് ഫൈലം. ഓക്കെ, പിന്നെ നമ്മൾ പറയാം ഹൗസ് ഫ്ലൈ. ഓക്കെ, ഹൗസ് ഫ്ലൈൻ്റെ ബയോളജിക്കൽ നെയിമാണ് മക്കളെ മസ്ക ഡൊമസ്റ്റിക്ക. പറയാം മക്കളെ, ഹൗസ് ഫ്ലൈൻ്റെ ബയോളജിക്കൽ നെയിം എന്താ? മസ്ക ഡൊമസ്റ്റിക്ക. അതിൻ്റെ ജീനസ് ആണ് മക്കളെ മസ്ക. പറയാം മക്കളെ, ഏതാ ജീനസ്? മസ്ക. അതിൻ്റെ ഫാമിലിയാണ് മസ്കിഡേ. പറയാം മക്കളെ, ഏതാ ഫാമിലി? മസ്കിഡേ. ഓക്കെ, പിന്നെ ഓർഡർ ഏതാ? ഡിപ്റ്ററ. പറയാം മക്കളെ, ഏതാ ഓർഡർ? ഡിപ്റ്ററ. ക്ലാസ് ആണ് മക്കളെ ഇൻസെക്റ്റ. ഓക്കെ, ഹൗസ് ഫ്ലൈ വരുന്ന ക്ലാസിൻ്റെ പേരെന്താ? ഇൻസെക്റ്റയാണ്. ഫൈലമാണ് ആർത്രോപോഡ. പറയാം മക്കളെ, ഫൈലം ഏതാ? ആർത്രോപോഡയാണ് കേട്ടോ ഫൈലം. പിന്നെ അതേപോലെ അടുത്തതാണ് മാംഗോ. ഓക്കെ, മാംഗോൻ്റെ ബയോളജിക്കൽ നെയിമാണ് മക്കളെ മാഞ്ചിഫറ ഇൻഡിക്ക. പറയും, ഏതാ മാംഗോ? മാഞ്ചിഫറ ഇൻഡിക്ക. ജീനസ് ഏതാ? മാഞ്ചിഫറയാണ്. ഫാമിലി ഏതാണ് മക്കളെ? അനാകാർഡിയേഷ്യയെ. പറയും മക്കളെ, മാംഗോൻ്റെ ഫാമിലി ഏതാ? അനാകാർഡിയേഷ്യയെ. ഓക്കെ, അടുത്തതാണ് ഓർഡർ ആണ് മക്കളെ സാപ്പിൻഡെയിൽസ്. പറയും, ഏതാ ഓർഡർ? സാപ്പിൻഡെയിൽസ് ആണ്. ക്ലാസ് ആണ് ഡൈക്കോട്ടിലിഡണേ, അഥവാ മാംഗോ ഡൈക്കോട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി ഇവിടെ ഫൈലം ഓർ ഡിവിഷനിൽ ഫൈലം അല്ല ഡിവിഷനാണ് വരിക. ഏതാ മാംഗോൻ്റെ ഡിവിഷൻ? ആൻജിയോസ്പേം. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ മാംഗോ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും ഡിവിഷൻ? ആൻജിയോസ്പേം ആണ്. ലാസ്റ്റ് വൺ വീറ്റ്. ഓക്കെ, ഗോതമ്പ്. വീറ്റിൻ്റെ ബയോളജിക്കൽ നെയിമാണ് മക്കളെ ട്രിറ്റിക്കം എയ്സ്റ്റിവം. പറയാം മക്കളെ, വീറ്റിൻ്റെ ബയോളജിക്കൽ നെയിം എന്താ? ട്രിറ്റിക്കം എയ്സ്റ്റിവം. ഓക്കെ, ഏതാ ജീനസ്? ട്രിറ്റിക്കം ആണ് ജീനസ്. ഫാമിലി ഏതാ? പൊയേഷ്യേ. പറയാം മക്കളെ, ഏതാ ഫാമിലി? പൊയേഷ്യേ. ഓക്കെ, ഓർഡർ ആണ് പൊയേൽസ്. പറയാം, ഏതാ ഓർഡർ? പൊയേൽസ് ആണ്. ക്ലാസ് ആണ് മക്കളെ മോണോകോട്ടിലിഡണേ. പറയാം മക്കളെ, ഏതാ ക്ലാസ്? മോണോകോട്ടിലിഡണേ അഥവാ മോണോകോട്ട്. ഓക്കെ, ഫൈലം ഓർ ഡിവിഷൻ ആണ് വരിക. വീറ്റും ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് വീറ്റിൻ്റെ ഡിവിഷനും ഏതാണ്? ആൻജിയോസ്പേം ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി? ലിവിങ് വേൾഡിൽ നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ലിവിങ് വേൾഡിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പോൾ നല്ല വൃത്തിക്ക് ലിവിങ് വേൾഡ് എന്ത് ചെയ്യുക? ഈ വീഡിയോ നോക്കി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലിവിങ് വേൾഡ് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ?